2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അജിത്ത് അണ്ണൻ്റെ പടം റിലീസായിരിക്കുകയാണ്. വിടാൻ മുയർച്ചി. പടം കണ്ട് ഇറങ്ങിയപ്പോൾ ആലോചിച്ച് ഗുഡ് ബാഡക്കിൽ ഇറക്കിയിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നിപ്പോയി. കാരണം വേറെ ഒന്നുമല്ല, എനിക്കൊരു സിനിമ കണ്ടപ്പോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് അല്ല, വലിയ സംഭവമൊന്നുമല്ല പടം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് മാത്രം. സെക്കൻഡ് ഹാഫ് ഒരു അനാവശ്യമായിട്ടുള്ള കുറച്ച് സീൻസുകളൊക്കെ ഉണ്ട്. അതങ്ങോട്ട് എനിക്കങ്ങോട്ട് ദഹിച്ചില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ പോലെ തോന്നി. സിനിമ അവസാനിക്കുന്ന തൊട്ട് മുമ്പ് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് അജിത്ത് അണ്ണൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അജിത്ത് അണ്ണൻ്റെ അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ഷൻ സീക്വൻസാണ്. ഇത്രയും വയസ്സായിട്ടും പുള്ളി കിട്ടില്ല. ഫൈറ്റ് ഒരു രക്ഷയില്ല. എനിക്ക് ഫൈറ്റ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. പിന്നെ അനിരുദ്ധ്, പുള്ളിയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഇങ്ങോട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. 1-2 സാധനം കൊള്ളാം, അല്ല വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും പോലും 3 പാട്ടുകളും അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ട്രെൻഡിങ് ആയ പാട്ടായിക്കോട്ടെ, പിന്നെ വിടാമുയർച്ചി അതായിക്കോട്ടെ, പിന്നെ സിനിമ ഇറങ്ങുന്നതിന് തലേ ദിവസം ഒരു ട്രാക്ക് വന്നിട്ടുണ്ട് ഇമോഷണലി. ആ ഒരു ട്രാക്ക് അത് കിട്ടില്ലായിരുന്നു കേട്ടോ. തിയേറ്ററിലൊരു നല്ലൊരു മൂഡായിരുന്നു കേട്ടോ ആ ഒരു പാട്ട് കേട്ടപ്പോൾ. നല്ല വൈബായിരുന്നു ആ ഒരു പാട്ട് കേട്ടപ്പോൾ തിയേറ്ററിൽ. പിന്നെ ടെക്നിക്കൽ പരമായിട്ട് ഈ സിനിമയെ പറ്റി ഒരു കുറ്റവും പറയില്ല. അതൊക്കെ നൈസായിരുന്നു. ഒരു ഇംഗ്ലീഷ് പടം കണ്ടൊരു ഫീലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പിന്നെ തൃഷ കുഴപ്പമില്ലായിരുന്നു. പിന്നെ രജീന, പുള്ളിക്കാരി എടുത്ത് പറയണം, പുള്ളിക്കാരി നൈസായിരുന്നു കേട്ടോ. പിന്നെ അർജുൻ അങ്ങേരെ അന്നൊരു സ്വാഗുണ്ട്, അത് ഈ സിനിമയിലും നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു സ്വാഗൊക്കെ ഇതിനകത്തുണ്ട്, അത് നൈസായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ സിനിമയിലെ. കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. മൊത്തത്തിലൊരു എന്തു പറയാനാ, എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പോയി കാണൂ. അജിത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. നോർമലായിട്ട് പോയി കാണുക, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഒപ്പീനിയൻ.